നമ്മുടെ യാഷ് കിടന്ന് ഉറങ്ങുക കേട്ടോ. എണീറ്റിട്ടില്ല. എണീറ്റിട്ട് വേണം ഞങ്ങൾക്ക് കുളിച്ച് അമ്പലത്തിൽ പോകാൻ. യാഷിനെ എണീപ്പിച്ചിട്ട് കുളിച്ചിട്ട് അമ്പലത്തിൽ കൊണ്ടുപോകാണ്ടാ. പിറന്നാളുള്ളവൻ്റെ ഫസ്റ്റത്തെ നല്ല ഉറക്ക. നമ്മൾ സേമിയ പായസം ഉണ്ടാക്കണം കേട്ടോ. സേമിയ വറക്ക. അത് പാല് തിളപ്പിച്ചിട്ടുണ്ട്. ഉണ്ടല്ലോ കുളിക്കാൻ പോവാട്ടാ. ബർത്ത്ഡേ ആയിട്ട് കുളിക്കാൻ പോവാണ് ഇപ്പോൾ. കുളിക്ക് വേഗം. ഇപ്പോൾ കാലത്ത് പല്ലൊക്കെ തേച്ചിട്ട് യാഷ് കുളിക്കാൻ പോകണം നോക്കി നിൽക്കുന്നുണ്ട്. യാഷ് ഇത് അമ്മാമ്മയുടെ മടിയിലിരിക്കുന്നുണ്ട്. കണ്ടാ നമ്മുടെ യാഷ് ഇതേ കുളിക്കാണ്. കാക്കിണ്ട് അവിടെ. അപ്പോൾ കാക്കാനെ നോക്കിക്ക. യാഷ് ഡാ കുളിട്ടാ. യാഷ് യാഷ് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ടാ നമ്മളിവിടെ സേമിയ പായസം ഉണ്ടാക്കുക. നമ്മൾ സേമിയ പായസമാണ് ഉണ്ടാക്കണം. അവിടെ ഡ്രസ്സ് മാറുമ്പോൾ കരയുണ്ട് യാഷ്. അമ്പലത്തിൽ പോട്ടാ. ഞാനും അക്ഷയും യാഷും കൂട്ടിയിട്ട് അമ്പലത്തിൽ പോവാ ബർത്ത്ഡേ ആയിട്ട്. ഞങ്ങൾ അമ്പലത്തിൽ പോട്ടാ. യാഷ് നോക്കടാ. അതിന് ഒന്നാമത്തെ ബർത്ത്ഡേ ഞങ്ങളാ. യാഷിത് അമ്പലത്തേക്ക് കൂടും എണ്ണി നെയ്യും കൊണ്ട്. യാഷ് യാഷിൻ്റെ ബർത്ത്ഡേക്ക് ഇതേ ചോറിട്ടു. വേഗം സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യും. ചോറ്, സാമ്പാർ ചോറിലൊഴിക്കടി. വേണ്ട പപ്പടം വെക്കി ചോറിലോ. പപ്പടം, ഉപ്പേരി, അവിയൽ കൂട്ടാൻ, മോരുകറി വെക്കി. കണ്ടോ മോരുകറി കഷയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശിവ നിൽക്കുന്നുണ്ട്, ജിത്തുട്ടുണ്ട്, അവിടെ അമ്മ ഇരിക്കുന്നുണ്ട്. അച്ചാറിട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ണിലും മൂക്കിലൊക്കെ തേക്കുന്നതുകൊണ്ട് കാശ് മാറ്റി വയ്ക്കി. നീ വിളക്ക് കത്തിക്ക്. തൈര് എടുത്തിട്ട് വാ. തൈര് കുറച്ചിട്ടാ. ഇതാണ് ഇന്ന് യാഷിൻ്റെ ബർത്ത്ഡേ ആയിട്ട് യാഷിൻ്റെ ചോറ്. ഇനി പായസം ഉണ്ട് കേട്ടോ. പായസം എടുക്കാൻ പോയി കഷയ പായസം കൊണ്ടുവരും. പായസം വെള്ളം ഉണ്ടാ. വെള്ളം പായസം വന്നു. ഇനി നമ്മൾ വിളക്ക് കത്തിക്കാൻ പോവാ. വിളക്ക് കത്തിക്കുന്നു. ഇത് ചന്ദനത്തിരി കത്തിക്കണേട്ടാ.
എടുത്തു, തുണ്ട് തൈര് എടുത്തു, ഒരു തുണ്ട് പപ്പടം എടുത്തു, ഒരു തുണ്ട് സാമ്പാർ, ഒരു കായുപ്പേരിയുടെ കായ, അവിലൊരു ക്യാരറ്റ്, മോര് കറിയുടെ തുണ്ട് മോര്, അച്ചാറിൻ്റെ തുണ്ട് ചാറ്. ഇതെല്ലാം കൂടി അങ്ങോട്ട് കുഴച്ചു. പൊന്നൂഷിൻ്റെ ആദ്യത്തെ പിറന്നാളാണ് കേട്ടെന്ന്. അപ്പഴെൻ്റെ മോന് ഇഷ്ടമായ കാരണം കുറച്ചുകൂടെ വെച്ച് കൊഴിക്കാം. അമ്മ കൊച്ചുകൂടെ വെച്ച് കൊഴിച്ചിട്ടുണ്ട്. അമ്മ തരും എന്നിട്ട് മോന് അക്ഷയും കൂടിയിട്ട് ഇനി ഉണ്ണിക്ക് ചോറ് കൊടുക്കട്ടാ. അമ്മ കൊടുക്കണ്ട, അമ്മ ഉറങ്ങുക. ചെല്ല് ചേച്ചി ചെല്ല്. ഞാൻ അവൻ എന്തിട്ട് ചെയ്തോട്ടെ. അത് കഴിഞ്ഞിട്ട് അവൻ കുറച്ച് കൊടുക്ക്. ഞാൻ അക്ഷയ കഴിഞ്ഞിട്ട് മതി, കുറച്ച് കൊടുക്കണം. മതി. ഇനിയപ്പോൾ നമ്മുടെ യാഷ് ഒറ്റയ്ക്കുള്ള ഫുഡിന് കേട്ടോ. അവൻ ഇനി ഒറ്റയ്ക്ക് എന്തൊക്കെ കാണിക്കാൻ നമുക്ക് കാണാം. അയ്യോ ചൂട് ചൂട്. ഗ്ലാസ് രണ്ട് മാറ്റിച്ചാ, 2 ഗ്ലാസ് മാറ്റിച്ചാ. അമ്മ ചോറാക്കിയില്ല എനിക്ക് കൊണ്ടുള്ളത്. ഇലയിലായിട്ട് എൻ്റെ മോൻ ലാസ്റ്റ് മാമുണ്ട് ഇഷ്ടം ചെയ്തോ. അമ്മന്റെ മോന് പായസം നല്ല ഇഷ്ടമായിണ്ട്. പായസമാണ് ഇപ്പൊ ചോറും കൂട്ടി മിക്സ് ചെയ്ത് അവൻ കഴിക്കണത്. കുറച്ച് ഭാഗം ഇലയിലാണ് എൻ്റെ മോൻ്റെ ഇരിക്കണേ. യാഷുവിന്റെ മാമൂണല് കഴിഞ്ഞിട്ട് യാഷുടൻ അച്ഛനെ ജോലിക്ക് പറഞ്ഞയക്കാൻ പോവാട്ടാ. യാഷുടൻ്റെ അച്ഛനൊന്ന് ലേറ്റായി. യാഷുടൻ്റെ വണ്ടിയിൽ ഇരുന്ന് അച്ഛനെ ജോലിക്ക് പറഞ്ഞയക്കാൻ വേണ്ടി സെറ്റായിട്ട് ഇരിക്കുക. യാഷുടൻ്റെ അച്ഛൻ്റെ സാറിന്ന് യാഷുടൻ്റെ അച്ഛനെ ചീത്ത പറയും. മാമൂണല് കഴിഞ്ഞു, അച്ഛനെ ജോലിക്ക് പറഞ്ഞയക്കാട്ടെ യാഷുട്ട്. യാഷുട്ടന്ന് അച്ഛനോട് ജോലിക്ക് പോകണ്ടെന്നാ പറയുന്നേട്ടാ. ചോറും സാമ്പാറും അമ്പലത്തിൽ ഉണ്ണിയുടെ പേരിൽ പായസം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിറന്നാളെ പൂജ.